ചാമക്കാല ഇവിടെ ദ സബ്ജക്ട് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ സമ്മതിക്കില്ല. ആ യോഗത്തിലെ ചർച്ച വേറെന്തൊക്കെയായിരുന്നു? ചാമക്കാല അന്തസ്സില്ലാത്ത എന്ന ഇൻവെർട്ടർ കോമയിലിട്ടുകൊണ്ട് അന്തസ്സില്ലാത്ത ഹാഷ്മിക്ക് ഏത് ചോദ്യവും എന്നോട് ചോദിക്കാം. ഞാൻ നഴ്സറി കുട്ടികളെ പോലെ താങ്കളോട് പെരുമാറില്ല. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇവിടെ എന്താ നമ്മുടെ മുമ്പിലുള്ള വിഷയം? പിടയ്ക്കരുത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പെരിയാറിൽ പിടഞ്ഞ് ചത്ത മീനുകളെ കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഇപ്പോഴും ആകാത്തത് കൊണ്ടാകാം ഇടതുപക്ഷത്തിൻ്റെ പ്രതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് വസ്തുതകളിലേക്ക് വരാം. ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ മന്ത്രിമാർ വരെയുള്ളവർക്ക് സ്ഥലജല വിഭ്രാന്തി പിടിച്ചിരിക്കുന്നു. ഇവിടെ ഒരു മദ്യ വ്യവസായിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ ഇവരുടെ പൂച്ചു പുറത്തായിരിക്കുന്നു. അതിനുശേഷം അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർ, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നപ്പോൾ അവരുടെ അവകാശവാദത്തെ ഖണ്ഡിക്കുന്ന രേഖകൾ വീണ്ടും പുറത്തു വരുന്നു. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി പാർട്ടിയും മന്ത്രിമാരും എന്താ പറയുന്നത് ഇത്തരത്തിൽ ഡിഫൻസിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഞാൻ ചെയ്ത മഹാപരാധം എന്താണ്? ഒന്നുകിൽ ആ സ്ക്രീൻഷോട്ട് അതിന്റെ സബ്ജക്റ്റിൽ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ച് ചോദിക്കേണ്ട ഈ ദിവസം ചോദിക്കുന്നത് മര്യാദകേടാവോ? ചോദിക്കുന്നത് അന്തസ്സില്ലായ്മയാവോ? ചോദിക്കുന്നത് വിവരക്കേടാവോ? ചോദിക്കുന്നത് എന്താണ് ബുദ്ധി വീട്ടിൽ വെക്കലാവോ? ചാമക്കാല ഈ അന്തം കമ്മികളെ സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നൊരു സ്വമേധയാ ഒരു ധാരണയുണ്ട്. അതിന്റെ ഭാഗമാണെന്ന് മാത്രം താങ്കളും കണക്കാക്കിയാൽ മതി. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? ഇവിടെ ഇത്തരത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച നടക്കുന്നു. ഇതിൽ ഈ അന്തം കമ്മിയാരാ? അല്ലല്ല, ഇതിലെ അന്തം കമ്മിയാരാ? അല്ലല്ല ഹാഷ്മി, ഇതിലെ അന്തം കമ്മിയാരാ? ഇപ്പൊ ഈ പറഞ്ഞ അന്തം കമ്മിയാരാ? കമ്മി എന്ന് വിളിക്കുന്നത് ഈ കമ്മി കൊങ്ങി സംഘി എന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളെയാണ്. ശ്രീ കെ അൽകുമാർ, ഞാൻ മറുപടി പറയാണ്. നമുക്ക് തുടരാം സർ, ഞാൻ മറുപടി പറയാം. നമുക്ക് തുടരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ. ഞാൻ മറുപടി പറയാണ് അങ്ങോട്ട്. അല്ലല്ല, മറുപടി ഒന്നുമില്ല. പറഞ്ഞാൽ മതി. ഈ ചർച്ചയിലെ അന്തം കമ്പി ആരാന്ന് ഹാഷ്മി പറയും. ചാമക്കാല പറയട്ടെ, എനിക്കറിയില്ല. ഈ ചർച്ചയിലെ അന്തം കമ്പി ആരാന്ന് ഹാഷ്മി പറയൂ. അത് ചാമക്കാല പറയട്ടെ, തുടരേണ്ട കാര്യമില്ല. അത് ചാമക്കാല പറയട്ടെ. അല്ലല്ല, എനിക്കറിയില്ല. നിങ്ങൾ ആരോട് ചോദിക്കുക? ചോദിക്കാൻ തോന്നാത്തത് നിങ്ങൾ ചോദിക്കേ. ഈ ചർച്ചയിൽ അന്തംകമ്മിയാരാണ് എന്റെ അടുത്ത് ആരും ഇരിപ്പില്ല, എന്റെ സ്റ്റുഡിയോയിൽ ആരും ഇരിപ്പില്ല. ഞാൻ തൊട്ട് കാണിക്കാൻ. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ സംസ്ഥാനത്തെ CPM-ന്റെ അന്തംകമ്മികൾ വീണ്ടും ആവർത്തിക്കുന്നു. അന്തംകമ്മികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇവിടെ നോക്കൂ, ഞാൻ ഏറ്റവും അവസാനം MB രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. താങ്കൾ അതൊന്ന് കേൾക്കൂ. MB രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പ് ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല. പ്രാഥമിക ആലോചന പോലും ആരംഭിക്കാത്ത വിഷയത്തിൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ്. പ്രാഥമിക ആലോചന എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ആയിട്ടുള്ള ഡിസ്കഷൻസ് എന്നാണ് അല്ലേ? ഇവിടെ ചീഫ് സെക്രട്ടറി തന്നെ വകുപ്പ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് നേരത്തെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഇല്ല. പക്ഷേ ടൂറിസം ഡയറക്ടർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് 21-ാം തീയതി വിളിച്ചതിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ കൈവശമുണ്ട്. അതിൽ കൃത്യമായി അജണ്ട പറയുന്നു. അവിടെയാണ് പ്രശ്നം. ദ സബ്ജക്ട് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ഓഫ് കേരള ടൂറിസം. എക്സൈസ് പോളിസി റിന്യൂവൽ ആണ് ഇതിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയൂ. എന്തിനാണ് ഈ പറയുന്ന ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ പോലെയുള്ള മദ്യവുമായി ബന്ധമില്ലാത്ത സംഘടനകളെ ചർച്ചയിലേക്ക് വിളിക്കേണ്ടത് എന്തിനാണ്? ചാമക്കാല സജഷൻസ് ടു കേരള ടൂറിസം കൂടെ ഉണ്ട്. ഇനി ആയിക്കോട്ടെ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ചോദിക്കുന്നത് ആ അജണ്ടയിൽ നമ്മുടെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട റിന്യൂവലുമായി ബന്ധപ്പെട്ട അജണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതവർക്ക് നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ ഉൾപ്പെടുത്തിയ അജണ്ടയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് 2 മന്ത്രിമാരും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കള്ളം പറഞ്ഞത്. കേരളീയ സമൂഹത്തോട് കള്ളൻ പറഞ്ഞത്. താങ്കൾ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണല്ലോ വിരളി പിടിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും 2 മന്ത്രിമാരും കള്ളം പറഞ്ഞു എന്ന് തുടർച്ചയായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കൾ എന്താ ചാനലുകളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമോ അനിൽകുമാറെ? അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വന്നിരുന്നു പോയി അവിടെ ആങ്കർ ഹാഷ്മി ആയതുകൊണ്ട് എന്തും പറയാമെന്നാണെങ്കിൽ ആയിക്കോളൂ, അതൊക്കെ നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് ഞാൻ വിടുന്നു. ഏതായാലും എൻ്റെ വിഷയമല്ലാതെ. പക്ഷേ ഇവിടെ വസ്തുത എന്താണ്? ഇവിടെ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നു. ഞങ്ങൾ ചർച്ച ഒന്നും ആരംഭിച്ചിട്ടില്ല, ഞങ്ങളുടെ പ്രാഥമികമായ ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഹാഷ്മി, എപ്പോഴാണ് എക്സൈസ് പോളിസി വരേണ്ടത്?
എങ്ങനെയായിരുന്നു മുൻ വർഷങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്രാവശ്യവും കഴിഞ്ഞ വർഷവും മാത്രം എക്സൈസ് പോളിസി താമസിച്ചു പോകുന്നത്? എക്സൈസ് പോളിസി ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലാണ് വേണ്ടത്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് എക്സൈസ് പോളിസി വേണ്ടത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2016 മുതൽ 2021 വരെ 22 വരെ അങ്ങനെയായിരുന്നു. 21-22 വരെ 22-23 മാത്രം 23-24 മാത്രം അതിന്റെ എക്സൈസ് പോളിസി മാർച്ച് 31 മുമ്പ് വരണമായിരുന്നു. ഏതാ 23 മാർച്ച് 31 മുമ്പ് വരണമായിരുന്നു. എന്നാൽ ആ എക്സൈസ് പോളിസി വന്നത് 24 ജനുവരിയിലാണ്. എന്തുകൊണ്ട് താമസിച്ചു? ഏത് വർഷത്തേക്കാണ് എക്സൈസ് പോളിസി? അവിടെ ഈ പറയുന്ന പോലെ പിന്നെ അവരുടെ ലൈസൻസ് ഫീ കൂട്ടിയിട്ടുണ്ട്. ആ ലൈസൻസ് ഫീ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1-ാം തീയതി അടയ്ക്കേണ്ടിയിരുന്നതാണ്. അത് അടച്ചത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ 2024 ഫെബ്രുവരി മാസത്തിലാണ്. ഇപ്പോ പറയുന്നു ഇലക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോളിസിയെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പിടിപ്പുകേട്. അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമായി ഈ ബാർ മുതലാളിമാരിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നതുവരെ നിങ്ങൾ എക്സൈസ് പോളിസി പ്രഖ്യാപിക്കില്ല എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് നേരത്തെ അറിയില്ലേ? ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിവെച്ചൂടെ? ശരി, മാർച്ച് മാസം 16-ാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അതിന് മുമ്പ് ഏതായാലും മാർച്ച് 30 മുമ്പ് ഡിക്ലെയർ ചെയ്യേണ്ടതല്ലേ? മാർച്ച് 16 മുമ്പ് പ്രാഥമിക ചർച്ചകളും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകളും സെക്രട്ടറി തല ചർച്ചകളും മന്ത്രിതല ചർച്ചകളും നടക്കാമായിരുന്നല്ലോ. ഏപ്രിൽ 1 നിലവിൽ വരേണ്ടതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി? നിങ്ങൾ പ്രാഥമിക ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന മന്ത്രിയുടെ വാദത്തെ ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കട്ടെ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ താമസിപ്പിക്കുന്നത്? എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിച്ച ഫണ്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ എക്സൈസ് പോളിസി നീട്ടിക്കൊണ്ടുപോകുന്നു. മദ്യ മുതലാളിമാർക്ക് സഹായം നൽകുന്ന എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിഷേധിക്കാൻ കഴിയുമോ ഹാഷ്മി? ഞാൻ ഈ ചോദിച്ചതിനോട് ഹാഷ്മിക്ക് എന്തെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഞാൻ അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കൂടെ കിടക്കാം. താങ്കൾക്ക് എന്തെങ്കിലും കൗണ്ടർ ചോദിക്കാനുണ്ടോ? അല്ല, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കും. കൺവിൻസിംഗ് ആണോ താങ്കൾക്ക്? അല്ല, ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, എന്റെ സംശയം എന്താണ് സാർ, ഈ ടൂറിസം വകുപ്പ് വിചാരിച്ചാൽ എന്തായാലും എക്സൈസ് നയത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് എക്സൈസ് വകുപ്പാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? മന്ത്രിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പൊ അതിനൊരു ടൂറിസം ഡയറക്ടർ വിളിച്ച പല ആവശ്യങ്ങൾക്കിടയിൽ ഈ പറയുന്ന ലിക്വർ പോളിസിയിൽ അവരുടെ ആവശ്യങ്ങൾ കൂടി കേൾക്കാൻ വിളിക്കുന്ന ഒരു യോഗം മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗമാണെന്ന് പറയാൻ കഴിയുമോ? ആണല്ലോ. എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് മറ്റൊരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുത്തു. അവിടെ ചീഫ് സെക്രട്ടറി എൻഡോസ് ചെയ്യുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഈ പോളിസിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ചീഫ് സെക്രട്ടറി നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ചർച്ച ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ വീണ്ടും ആരോപിക്കുന്നു, 21-ാം തീയതി ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 22-ാം തീയതി വൈകുന്നേരം ഉച്ച കഴിഞ്ഞതിന് ശേഷം മന്ത്രിയുടെ ചേംബറിൽ ഈ പറയുന്ന ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ പിന്നെ ടാക്സ് സെക്രട്ടറി ഉൾപ്പെടെ എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. 22-ാം തീയതി മന്ത്രിയുടെ ചേംബറിൽ നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസെടുക്കട്ടെ. എല്ലാവർക്കും കേസ് കൊടുക്കാമല്ലോ, എനിക്കെതിരെ കൂടി കേസ്. എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിക്കുക. അപ്പോൾ ആ രീതിയിൽ ഇവർ തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ മാത്രമാണ് ഇതിങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് പോയതെന്നും മറ്റൊരു വസ്തുത. ഇനി അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റു കാര്യങ്ങളുണ്ട്, ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രമേ മറുപടി പറയുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ന് ടൂറിസം ഡയറക്ടറെ മറ്റൊരു അനിമോനാക്കി മാറ്റി എന്നതിനപ്പുറത്തേക്കും വേറെ കാര്യമൊന്നുമില്ല. സർക്കാരിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രീതിയിലേക്ക് തിരക്കഥ രചിക്കുന്നു. ആരൊക്കെയാ? ബാർ മുതലാളിമാരുടെ സംഘടന അനിമോൻ. ഇപ്പോൾ ടൂറിസം ഡയറക്ടർ മറ്റൊരു അനിമോനായി എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. അദ്ദേഹം പുറത്തിറക്കിയ പിന്നെ അജണ്ടയെ സംബന്ധിച്ച് ഒരു സർക്കാർ എന്നിട്ട് പറയും സർക്കാരിന്റെ ഭാഗമല്ല, സർക്കാരല്ല എന്നൊക്കെ അനിൽകുമാർ പറഞ്ഞാൽ ടൂറിസം ഡയറക്ടർ പിന്നെ ആരാണെന്നേ? ടൂറിസം ഡയറക്ടർ സർക്കാരിന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ടൂറിസം ഡയറക്ടറെ പോലുള്ള ആളുടെ പദവിയെ സംബന്ധിച്ചെങ്കിലും ഒരു അഭിമാനം കൊള്ളണ്ടേ? ഒരു മിനിമം മര്യാദ കൊടുക്കട്ടെ ആ പദവിക്ക്, അല്ലേ? അപ്പോൾ ഞാൻ അത് അവിടെ വിടുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയായില്ല. കാരണം അദ്ദേഹം പറഞ്ഞെന്താ, നിയമാനുസൃതം ഞങ്ങൾ ബാറുകൾ തുറന്നു. ഞാൻ ചോദിക്കുന്നത് 2016-ൽ UDF സർക്കാർ മാറി LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് 29 ബാറുകളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ബാർ മുതലാളിമാർക്ക് ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അനിൽകുമാറോടാണ് ഞാൻ പറയുന്നത്. 29 ബാറുകൾ ഉണ്ടായിരുന്നത് നിങ്ങൾ പിന്നീട് തുറന്ന് ഇന്ന് 800 ബാറുകളുണ്ട്. അത് നിങ്ങൾ ഈ ബാർ മുതലാളിമാർക്ക് ചെയ്തു കൊടുത്ത സേവനം നമ്പർ 1. നമ്പർ 2, നിങ്ങൾ പിന്നെ അതിനോടൊപ്പം തന്നെ UDF സർക്കാർ ഓരോ വർഷവും 10% വീതം ബിവറേജസിൻ്റെയും അതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെയും ഷോപ്പുകൾ പൂട്ടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു എല്ലാ ഒക്ടോബർ മാസം 2-ാം തീയതിയും. അങ്ങനെ പൂട്ടിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ഇതേ സർക്കാർ തീരുമാനിച്ചു. ബാർ മാത്രം തുറന്നു. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശേഷം എനിക്ക് സമയം തരുമെങ്കിൽ ശരി, ഇല്ലെങ്കിൽ പിന്നെ
അല്ല പറഞ്ഞു അല്ല അദ്ദേഹം പറഞ്ഞതിന് മറുപടി അപ്പൊ ഇനി അദ്ദേഹം പറഞ്ഞതാ ഞങ്ങൾ പിന്നെ ഇവരുടെ എക്സൈസ് അവരുടെ ലൈസൻസ് ഫീ കൂട്ടിയെന്നാണ്. ലൈസൻസ് ഫീ കൂട്ടാൻ ഞങ്ങളുടെ കാലത്ത് ഒരു ലക്ഷം രൂപയെ കൂട്ടാൻ കഴിഞ്ഞുള്ളൂ. ഓരോ വർഷവും കൂട്ടാൻ തീരുമാനിച്ചിരുന്നു. ഒറ്റ വർഷമേ UDF കിട്ടിയുള്ളൂ. കാരണം 2014 ബാറുകളെല്ലാം പൂട്ടിയ ബാറുകൾക്ക് പിന്നെ എന്തിനാണ് ഈ ലൈസൻസ് ഫീ കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഹാഷ്മി. അവരുടെ ഒരു അവകാശവാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കുക, എന്തിനു വേണ്ടിയാണ് ലൈസൻസ് ഫീ കൂട്ടുന്നത്? പിന്നെ TOTയെ സംബന്ധിച്ച്, ടേൺ ഓവർ ടാക്സിനെ സംബന്ധിച്ച് ഞങ്ങൾ 3 കോടി രൂപ പിരിച്ചെടുത്തു പറഞ്ഞേ. ഞാൻ ഇന്ന് ചലഞ്ച് ചെയ്യുന്നു ഹാഷ്മി, 3 മാസത്തിലധികമായി കുടിശ്ശികയുള്ള ടേൺ ഓവർ ടാക്സ് കുടിശ്ശികയുള്ള ബാറുകൾക്ക് ബിവറേജസിൽ നിന്നും മദ്യം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഈ സംസ്ഥാനത്തെ 80% ബാറുകളും പൂട്ടേണ്ടി വരും. ആ ടാക്സ് നോക്കണം. മദ്യം കഴിക്കുമ്പോൾ ആ മദ്യ ഉപഭോക്താവ് ആ ബാറിൽ കൊടുക്കുന്ന TOT, കേരളത്തിന്റെ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ടുന്ന ടാക്സ്, ആ ടാക്സ് ഈ മദ്യ മുതലാളിമാർ കയ്യിൽ വെച്ച് അമ്മാനമാടുകയാണ്. അവർ സമയത്ത് ടാക്സ് പിന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കുന്നില്ല. ആ ടാക്സിനെ സംബന്ധിച്ച് ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം, അതായത് ടാക്സിന് ഡ്യൂ ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം ഇത് റിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ 80%-ലധികം പിന്നെ മദ്യ മുതലാളിമാരും ലക്ഷങ്ങൾ കോടികൾ കൊടുക്കാനുണ്ട് സർക്കാരിലേക്ക്.